കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എൻ്റെ മക്കൾക്ക് കൺഫ്യൂഷൻസ് അല്ല, കുറച്ച് ഫാക്ട്സും ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ മക്കൾ എന്തായാലും നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കിയാലോ? യെസ്, ഇവിടെ നോക്കിയേ, കുറേ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കിയേ, നല്ല പഴംപൊരി, ചൂട് അപ്പം, അതേപോലെ നല്ല കഞ്ഞിയും പയറും. ഇതൊക്കെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നല്ല ബിരിയാണി അല്ലേ? ഇതൊക്കെ കഴിച്ചാലല്ലേ നമുക്കിങ്ങനെ ഇപ്പം മിസ്സിൻ്റെ ക്ലാസ് മക്കൾക്ക് ഇരുന്ന് കാണാനായാലും, മിസ്സിന് ഇങ്ങനെ നിന്നിട്ട് എൻ്റെ മക്കൾക്ക് ക്ലാസ് എടുക്കാനായാലും എന്ത് വേണം? ഊർജം അല്ലെങ്കിൽ എനർജി വേണം. ഈ ഊർജം അല്ലെങ്കിൽ എനർജി കിട്ടണമെങ്കിൽ എന്ത് കഴിക്കണം? ഫുഡ് കഴിക്കണ്ടേ? ഫുഡിൽ നിന്നല്ലേ നമുക്ക് എനർജി കിട്ടുക. യെസ്, ഫുഡ് കഴിക്കണം അല്ലേ? നമുക്ക് എന്തൊരു പ്രവൃത്തി ചെയ്യാനാണെങ്കിലും നമുക്ക് എന്ത് വേണം? എനർജി വേണം. അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയാ? ഊർജം എന്ന് പറയാ, അല്ലെങ്കിൽ എനർജി എന്ന് പറയാ. യെസ്, ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. വി കനോട്ട് സീ എനർജി. നമുക്ക് എനർജീനെ കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലൈറ്റ് ആയാലും അതേപോലെ ഹീറ്റ് ആയാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുമോ? നമുക്ക് ഊർജ്ജത്തെ, നമ്മൾ കുറേ ഫുഡ് കഴിച്ചിട്ടുണ്ട്, കുറേ ഊർജ്ജം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിന് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഊർജ്ജങ്ങളാണ് എന്തൊക്കെ? ഹീറ്റും ലൈറ്റും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലേ? യെസ്. അപ്പോൾ ഒരുപാട് ഊർജ്ജ സ്രോതസ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ആ ഊർജ്ജ സ്രോതസ്സുകൾ? എൻ്റെ മക്കൾക്ക് അറിയോ? ഏതൊക്കെയാണോ ഊർജ്ജ സ്രോതസ്സുകൾ? എന്തൊക്കെയാണ്? എൻ്റെ മക്കൾക്കൊന്ന് പറയാൻ പറ്റുമോ? യെസ്, നോക്കിയേ, എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? വീഡിയോ പോസ് ചെയ്തിട്ട് അടിയിൽ കമൻറ്റ് ചെയ്യണം. മിസ് നോക്കൂ കേട്ടോ. നോക്കിയേ, കത്തുമ്പോൾ താപം പുറത്ത് വിടുന്ന വസ്തുക്കളെയാണ് എന്ത് പറയാ? നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയാ. ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറേറ്റ്സ് ഹീറ്റ് വെൻ ബേൺഡ്. അതായത് ബേൺഡ്, കത്തുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വസ്തുക്കളെയാണ് എന്ത് പറയാ? ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ് എന്ന് പറയാ. അങ്ങനെയുള്ള ഇന്ധനങ്ങൾ ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞേ എൻ്റെ മക്കള്. കത്തുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? ഫ്യൂവൽസ് അഥവാ ഇന്ധനങ്ങൾ എന്ന് പറയാ. അങ്ങനത്തെ ഏതൊക്കെ ഇന്ധനങ്ങളാണ് നമുക്കുള്ളത്? നോക്കിയേ, ഇവിടെ ഏതൊക്കെ ഇന്ധനങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? എൻ്റെ മക്കളൊന്ന് നോക്കിയേ, ഏതൊക്കെയാണ് ഈ ഇന്ധനങ്ങൾ? ഒന്ന് പറയാൻ പറ്റുമോ? യെസ്, ഇതെന്താണ്? ഫയർവുഡ്. ഫയർവുഡ്. അതേപോലെ ഇതെന്താ? എൻ്റെ മക്കളൊന്ന് പറഞ്ഞേ, ഇതെന്താ? ഇതെന്താ? സോഡസ്റ്റ്. അയ്യോ, എന്താണ്? യെസ്, സോഡസ്റ്റ് എന്ന് പറയും. ഓക്കെ, സോഡസ്റ്റ്. അപ്പൊ ഇതെന്താ? യെസ്, കോൾ. ഇതെന്താ? മരക്കരി അല്ലെങ്കിൽ മരക്കരി എന്ന് പറയും. ഇതൊക്കെ എന്താണ്? കത്തുമ്പോൾ എന്ത് പുറപ്പെടുവിക്കുന്നതാണ്? യെസ്, ഹീറ്റ് പുറപ്പെടുവിക്കുന്നതാണ്. നമുക്ക് ഈ വിറക് കത്തുമ്പോൾ എന്ത് വരും? ഹീറ്റ് വരില്ലേ? യെസ്, വിറക് കത്തുമ്പോൾ ഹീറ്റ് വരും. അതേപോലെ ഈ സോഡസ്റ്റ്, ഈ മരത്തിന്റെ പൊടി, ഇത് കത്തുമ്പോൾ എന്താ വരിക? ഹീറ്റും ലൈറ്റും വരില്ലേ? ഇതൊക്കെ ഈ കൽക്കരി കത്തുമ്പോഴായിക്കോട്ടെ, മരക്കരി കത്തുമ്പോഴായിക്കോട്ടെ എന്ത് വരും? മരക്കരി അല്ലെങ്കിൽ എന്താണ്? ചാർക്കോൾ ആണ്. ചാർക്കോൾ. ഈ ചാർക്കോൾ കത്തുമ്പോഴും എന്താ പുറത്ത് വിടുക? യെസ്, ഹീറ്റ്, ചൂടാണ് പുറത്ത് വരിക. ഇങ്ങനെ ചൂട്, ഹീറ്റ് പുറത്ത് വിടുന്ന വസ്തുക്കൾക്കാണ് എന്ത് പറയാ? യെസ്, ഇന്ധനങ്ങൾ എന്ന് പറയാ. താപം പുറത്ത് വിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഏതാണ് ഫ്യൂവൽസിന് ഉദാഹരണം? യെസ്, വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി, ഇതൊക്കെ എന്താണ്? ഫ്യൂവൽസിന് ഉദാഹരണങ്ങളാണ്. നോക്കിയേ, ഈ ഒരു പെട്രോൾ ആയാലും ഡീസൽ ആയാലും കെറോസിൻ ആയാലും കോൾ, കൽക്കരി ആയാലും ഇതൊക്കെ എന്താണ്? ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നമുക്ക് മുന്നിൽ പുതുക്കാൻ കഴിയുന്ന ഇന്ധനങ്ങളുണ്ട്, പുതുക്കാൻ കഴിയാത്ത ഇന്ധനങ്ങളുണ്ട്. എന്താണ് ഈ റിന്യൂവബിൾ സോഴ്സസും നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസും? എൻ്റെ മക്കൾക്കറിയോ? റിന്യൂവബിൾ അതായത് പുതുക്കാൻ കഴിയുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സസ്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് അഥവാ പുതുക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ. അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിനടിയിൽ പെട്ടുപോയ ജീവജാല
ജീവജാലങ്ങളുടെയും മറ്റും ഈ ജീവിച്ചിരിക്കുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും മറ്റും ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാവുന്നത്. അതിങ്ങനെ കുറേ വർഷങ്ങൾ മണ്ണിൻ്റെ അടിയിൽ കിടന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാവുന്നത്. നോക്കിയേ, ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് from the remains of living organisms that existed on earth millions of years ago. Their stock decreases and eventually runs out by consumption. അതെന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണോ? അല്ല, ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഈ ഒരു എർത്തിൻ്റെ അടിയിൽ, ഭൂമിയുടെ അടിയിൽ കിടന്നിട്ട് പ്രോസസ്സ് ചെയ്ത് കുറേ വർഷങ്ങൾ കൊണ്ട് ഉണ്ടായി വരുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ് അല്ലേ. നമുക്ക് പെട്ടെന്ന് ഡീസൽ തീർന്നു പോയി, കുറച്ച് ഡീസൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണോ ഡീസലും പെട്രോളും ഒക്കെ? അല്ല, ഈ ഫോസിൽ ഇന്ധനങ്ങൾ കുറേ വർഷങ്ങൾ നടക്കുന്ന പ്രോസസ്സിലൂടെയാണ് ഈ ഇന്ധനങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസിന് ഉദാഹരണമാണ് ഈ ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെ. ഏതൊക്കെയാണ് ഫോസിൽ ഇന്ധനങ്ങൾ? നോക്കേ, ഈ പെട്രോൾ ആയാലും ഡീസൽ ആയാലും കെറോസിൻ ആയാലും ഇതൊക്കെ എന്താണ്? ഫോസിൽ ഫ്യൂവൽസിന് ഉദാഹരണമാണ് അല്ലെ. LPG, CNG ഇതൊക്കെ എന്താണ്? ഫോസിൽ ഫ്യൂവൽസിന് ഉദാഹരണമാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തതാണ് ഈ ഫോസിൽ ഫ്യൂവൽസ്. ഇത് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് എന്താ? അതാണ് പെട്രോളിയം. എന്താണ്? പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയും. ഈ സാധനമാണ് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഫോസിൽ ഫ്യൂവൽ. ഈ പെട്രോളിയത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ നിന്ന് പല ഹീറ്റിൽ ചൂടാക്കിയും ശുദ്ധീകരിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഈ പെട്രോൾ ആയാലും ഡീസൽ ആയാലും കെറോസിൻ, LPG, വാക്സ് ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കുന്നത് ഈ ഒരു ക്രൂഡ് ഓയിൽ നിന്നാണ്. ക്രൂഡ് ഓയിൽ നിന്നാണ് മണ്ണിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്നത്. പെട്രോൾ നേരെ കുഴിച്ചെടുത്തിട്ട് നമ്മളെ കാറിലേക്ക് കുഴിച്ചു തരുന്നതാണോ? അല്ല, ഈ ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്ത് ശുദ്ധീകരിച്ചിട്ടാണ് പെട്രോളും ഡീസലും അതേപോലെ LPGയും ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? വേർതിരിച്ച് എടുക്കുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? യെസ്, ഇതൊക്കെ എന്താണ്? നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസിന് ഉദാഹരണങ്ങളാണ്. അഥവാ പുതുക്കാൻ കഴിയാത്തത്. ഓക്കെ, അപ്പോൾ നോക്കേ, റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് നമുക്ക് നോക്കാം. പുതുക്കാൻ കഴിയുന്നത് നോക്കേ, ഇതെന്താ? സോളാർ കുക്കർ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? നമ്മുടെ സൂര്യന്റെ എനർജിയിൽ നിന്നും പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ സോളാർ കുക്കർ. അതേപോലെ സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ ലൈറ്റ്, സോളാർ കാൽക്കുലേറ്റർ, സോളാർ പാനൽ ഇതൊക്കെ എന്താണ്? സൂര്യന്റെ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ ഒരു ദിവസം നമ്മളെ വീട്ടിൻ്റെ മേലെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഈ സോളാർ പാനലിൽ നമ്മുടെ വെയിൽ തട്ടുമ്പോൾ, അതായത് സൺലൈറ്റ് തട്ടുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രിസിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ദിവസം നമ്മൾ കുറേ ലൈറ്റൊക്കെ ഈ ഒരു സൺലൈറ്റ് കൊണ്ട് ഉപയോഗിച്ച് വീട്ടിൽ കുറേ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിച്ചു. അപ്പം പിറ്റേ ദിവസം സൂര്യൻ്റെ എനർജി കുറയോ? സൺലൈറ്റ് കുറയോ? ഇരുടായി പോവോ? പിറ്റേ ദിവസം സൺലൈറ്റ് ഇല്ലാതെയാവോ? ഇല്ല, സൺലൈറ്റ് എപ്പോഴും ഉണ്ടാവുന്നതല്ലേ. അപ്പം അത് നമുക്ക് പുതുക്കാൻ കഴിയുന്ന റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസിന് ഉദാഹരണമാണ് എന്ത്? സൂര്യപ്രകാശം. യെസ്, അതേപോലെ ഈ സൂര്യപ്രകാശം ഉപയോഗിച്ച് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നില്ലേ? സൺലൈറ്റ് ഉപയോഗിച്ച് ഇതേപോലെയുള്ള പാനൽ വെച്ചിട്ട് എന്ത് ചെയ്യും? പാനലിൽ സൺലൈറ്റ് അടിക്കുമ്പോൾ കറണ്ടായിട്ട്, വൈദ്യുതിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്തൂടെ? ലൈറ്റിന് ഉപയോഗിക്കാം, AC, റെഫ്രിജറേറ്റർ ഇതൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചൂടെ? ഇപ്പം നമ്മൾ ഈ ഒരു കറണ്ട് ഉപയോഗിച്ചോടുന്ന ഒരുപാട് വെഹിക്കിൾസ് ഇല്ലേ? യെസ്, അപ്പം നമുക്ക് ഈ ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്താതെ വെക്കാം. അതായത് അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാൻ കഴിയാത്തതായിട്ടുള്ള എനർജിയാണ് അല്ലേ. ഈ ഒരു സൺലൈറ്റ് ഒക്കെ എപ്പോഴും നമുക്ക് അവൈലബിൾ അല്ലേ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അതേപോലെ വാട്ടർ ആയാലും സൂര്യപ്രകാശം, വാട്ടർ, അതേപോലെ വിൻഡ്, കാറ്റ്,
തിരമാലയിൽ നിന്നുള്ള സീ വേവ്സിൽ നിന്നുള്ള ഊർജം, ഇതൊക്കെ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് തിരമാല ഒറ്റ പ്രാവശ്യം അടിക്കുള്ളൂ, തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കൂലേ, വിൻഡ്, കാറ്റ് എപ്പോഴും ഉണ്ടാവൂലേ, സൂര്യപ്രകാശം എപ്പോഴും ഉണ്ടാവും, വെള്ളം ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസിന് ഉദാഹരണമാണ്. ഈ റിന്യൂവബിൾ ആയിട്ടുള്ള ഈ ഒരു സൂര്യപ്രകാശത്തിന്റെ ലൈറ്റിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ടോ? അല്ലെങ്കിൽ കാറ്റിൽ നിന്നും എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ടോ? അപ്പൊ ഈ റിന്യൂവബിൾ ആയിട്ടുള്ള പുതുക്കാൻ കഴിയുന്ന എനർജി സോഴ്സസിൽ നിന്ന് യാതൊരു തരത്തിലുള്ള മലിനീകരണവും നമുക്ക് ഉണ്ടാവുന്നില്ല. ഇതിന്റെ കറണ്ട് ഉപയോഗിച്ചാലും ഇത് ഉപയോഗിച്ച് ഈ കറണ്ട് ഉപയോഗിച്ച് വണ്ടി ഓടിച്ചാലും എന്തെങ്കിലും മലിനീകരണം ഉണ്ടോ? ഇല്ല. പക്ഷേ ഫോസിൽ ഫ്യൂവൽസ് ആയ നോൺ റിന്യൂവബിൾ ആയ എനർജി സോഴ്സസ് ആയ പെട്രോള്, ഡീസല്, ഇതിൽ നിന്നൊക്കെ എന്തുണ്ടാവുന്നുണ്ട്? മലിനീകരണം, പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാം. അതേപോലെ ഇതെന്ത് ചെയ്യാൻ പറ്റും? തീർന്നു പോകുന്നതാണ്. അപ്പോൾ അത് സേവ് ചെയ്യാനും കൂടി നമുക്ക് പറ്റും അല്ലേ? അപ്പൊ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് നോക്കിയേ, എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ഡു നോട്ട് എക്സോസ്റ്റഡ്, എന്തില്ല, തീർന്നു പോവില്ല. ദിസ് ആർ നോൺ ആസ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഇതെന്താണ്? റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആണ്. ദീസ് എനർജി സോഴ്സസ് ഡു കോഴ്സ് എയർ പൊല്യൂഷൻ, എന്തില്ല, എയർ പൊല്യൂഷന് കാരണമാവുന്നില്ല. അപ്പൊ സൂര്യപ്രകാശം, കാറ്റ്, തിരമാലയൊക്കെ എന്താണ്? ഒതുക്കി ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്, തീർന്നു പോവില്ല. അപ്പൊ ഇനി അതിൽ ഒരു കൺഫ്യൂഷൻസും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസിന് ഉദാഹരണം ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നോൺ റിന്യൂവബിൾ, പുതുക്കാൻ കഴിയാത്തത്, നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്തത് എന്തൊക്കെയാ? പെട്രോള്, ഡീസല്, കെരോസിൻ, ഇതൊക്കെ എന്താണ്? നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആണ്. അപ്പൊ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്താ? യെസ്, സോളാർ എനർജി, സോളാർ ആയാലും സൺലൈറ്റ്, അതേപോലെ വിൻഡ്, സീ വേവ്സ്, വാട്ടർ, ഇതൊക്കെ എന്താണ്? റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസിന് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ ഇതുവരെയുള്ള കാര്യങ്ങള്? യെസ്, എന്തൊക്കെയാണ് നമ്മൾ ഫോസിൽ ഫ്യൂവൽസിന്റെ ഡ്രോബാക്ക്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞില്ലേ? യെസ്, അതെന്താണ്? തീർന്നു പോകും അല്ലേ? ലിമിറ്റഡ് ഇൻ സ്റ്റോക്ക് ആണ് ആൻഡ് വിൽ ഇവൻച്വലി റൺ ഔട്ട്, അത് തീർന്നു പോവും. യെസ്, കോസ് പൊല്യൂഷൻ, പൊല്യൂഷൻ എന്ത് ചെയ്യും? കാരണമാകും, മലിനീകരണത്തിന് കാരണമാകുന്നതാണ് എന്ത്? യെസ്, ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പം നമ്മൾ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സും പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സും കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അപ്പം ഇതിനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നോൺ റിന്യൂവബിളും റിന്യൂവബിളും. അപ്പം ഇനി മാറിപ്പോകില്ലല്ലോ. യെസ്, അപ്പോൾ ഈ ഒരു കാര്യമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഇനിയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നവരേക്കും ബൈ.